നമ്മുടെ ഈ കയ്യിൽ കാണുന്ന ഇത് ഒരു ബ്ലൂ ക്രൈഫിഷാണ്. നമ്മുടെ ബ്രൂഡ് സ്റ്റോക്കിലുള്ളൊരു വലിയ ക്രൈഫിഷാണ്. മെയിൽ ക്രൈഫിഷാണ്. അപ്പോൾ അവനത് ഡെഡായി പോയി. നല്ല കളറിൽ നല്ല ഭംഗിയുള്ളൊരു ക്രൈഫിഷായിരുന്നു. അപ്പോൾ അവനെ നമ്മൾ ഇന്നലെ വെള്ളമൊക്കെ മാറ്റി ഇട്ടതായിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ വന്ന് ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഡെഡായി ഇരിക്കുന്ന, അവനിരുന്ന ഹൈഡിങ് പ്ലേസിൽ ഇരിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അപ്പോൾ അവനധികം നേരമായിട്ടില്ല ഡെഡായിട്ട്. കാരണം അവൻ്റെ ബോഡി കളറ് പോയ കാര്യങ്ങളൊന്നും വന്നിട്ടൊന്നുമില്ല. അപ്പോൾ അവൻ്റെ ടാങ്കിൻ്റെ കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ അവൻ ഡെഡായിരുന്നത് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുടത്തിലാണ് അവൻ കയറി ഇരുന്നായിരുന്നത്. അപ്പോൾ കുടം നമ്മൾ ചെരിച്ചാണ് വെക്കാറ്. അപ്പോൾ ഇന്നലെ വെള്ളം മാറ്റിയപ്പോൾ അവൻ അതിൽ കയറിയിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ക്ലീൻ ആക്കാൻ വേണ്ടി അത് നീക്കി വെച്ചപ്പോൾ നീർത്തി വെച്ചു. അപ്പോൾ അതിൻ്റെ അടിയിൽ ഹോളൊക്കെ ഉണ്ട് അവർക്ക് ഇറങ്ങിപ്പോകാൻ. സാധാരണ നമ്മളിങ്ങനെ ചെരിച്ചാണ് വെക്കാറ്. അപ്പോൾ ചെരിച്ച് വെക്കുമ്പോൾ അവർ ആ ഹോളിൽ കൂടി കയറി ഈ ഹോളിൽ കൂടി പോകും. പക്ഷേ ഇന്നലെ അവൻ അതിനകത്ത് കയറി കഴിഞ്ഞപ്പോൾ ഞാനവിടെ ക്ലീൻ ആക്കാൻ വേണ്ടി അതിനെ നേരെ വെച്ചു. നേരെ വെച്ചപ്പോൾ ഇന്ന് അവൻ അതിൽ ഡെഡായിരിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അപ്പോൾ അത് ഓക്സിജൻ്റെ അളവിൻ്റെ കുറവായിരിക്കാമെന്ന് വിചാരിക്കുന്നു. വേറെ അവന് ബോഡിയിൽ കുഴപ്പങ്ങളൊന്നും കാണാനില്ല. അപ്പോൾ അവൻ്റെ വലിപ്പമാണ് ഒരു പെൻസിലോളം വലിപ്പമുണ്ട് അവന്. അതുപോലെ തന്നെ എൻ്റെ കൈയുടെ ഏതാണ്ട് കണ്ട ഒരു ഫുൾ സൈസ് അളവിൽ തന്നെ അവനുണ്ട്. നല്ല സൈസായിട്ടുള്ളൊരു ക്രൈഫിഷാണ്. അപ്പോൾ നമ്മൾ എന്തായാലും ഡെഡായി. ഇനി നമുക്ക് ഇവനെ ചെയ്യാൻ പോകുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്രൈഫിഷിൽ മെയിൽ എങ്ങനെ തിരിച്ചറിയാം എന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. കാരണം ക്രൈഫിഷിനെ നമ്മൾ കയ്യിൽ പിടിക്കുമ്പോൾ ജീവനുള്ളപ്പോൾ അവർ അടങ്ങിയിരിക്കില്ല. അവർ ഇങ്ങനെ വെരുകി നടക്കുന്നതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ഇവൻ ഡെഡായ സ്ഥിതിക്ക് ഇവൻ മെയിലായതുകൊണ്ട് ഇത് മെയിലെങ്ങനെ തിരിച്ചറിയാമെന്ന് പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഈ ക്രൈഫിഷിന് ഇനി ചെയ്യാൻ പോകുന്നത്, ഇവൻ അത്യാവശ്യം നീല കളറായതുകൊണ്ടും അത്യാവശ്യം മാർക്കറ്റുള്ള കളറായതുകൊണ്ടും ഇതിന് ഞാനിപ്പോൾ ഇനി ഒന്ന് റെസിൻ ആർട്ട് ചെയ്താലോ എന്ന് വിചാരിക്കുകയാണ്. അതിനടുത്ത് നമ്മൾ റെസിൻ ആർട്ട് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് മെയിൽ കണ്ട. അവനെ നമ്മൾ തിരിച്ച് കിടത്തുമ്പോൾ അവൻ്റെ ഇറുക്കുകാല് രണ്ടെണ്ണം രണ്ട് സൈഡിലായിട്ട്, ഈ രണ്ട് സൈഡിൽ നന്നാല് ചെറിയ കാലുകൾ കഴിഞ്ഞിട്ട് അവൻ്റെ വയറിൻ്റെ അടിഭാഗത്ത് ഞാൻ ഈ പെൻസിൽ കൊണ്ട് തൊടുന്ന ഭാഗത്ത് കുഞ്ഞിക്കാല് പോലെ കൈ കൂപ്പി നിൽക്കുന്ന അവസ്ഥയിലുള്ളൊരു കാല് പോലെ ഇരിക്കുന്ന സംഭവം കാണാം. അതിപ്പോൾ അതിനകത്ത് സ്റ്റിഫായിട്ട് ഇരിക്കുകയാണ് അവൻ ഡെഡായതിൻ്റെ പേരിൽ. ഡെഡായിരുന്നില്ലെങ്കിൽ അവരത് നമ്മൾ തൊടുമ്പോഴത്തേന് അനക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ അതാണ് മെയിൽ ക്രൈഫിഷിനെ തിരിച്ചറിയാനുള്ള ജെനറ്റിക്കലി ഐഡൻറ്റിഫിക്കേഷൻ മാർക്കാണ് കാണുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ക്രൈഫിഷിൽ മെയിലിനെ തിരിച്ചറിയുന്നത്. അപ്പോൾ ഒരു ക്രൈഫിഷ് ഡെഡായി കഴിഞ്ഞപ്പോൾ നമുക്കതിനെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാനൊരു അവസരം ഇപ്പോൾ ഇതിലൂടെ കിട്ടി. അപ്പോൾ എന്തായാലും ഒന്ന് ചത്ത് കഴിഞ്ഞാൽ മറ്റൊന്നിന് വളമാകുന്നത് എന്ന് പറഞ്ഞ പോലെ മെയിലിനെ തിരിച്ചറിയാനായിട്ടുള്ളൊരു വീഡിയോ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റി. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടനൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് പോലെയുള്ള ക്രൈഫിഷ് സംബന്ധമായിട്ടുള്ള വീഡിയോകളൊക്കെ നിങ്ങൾക്ക് പുതിയ അപ്ഡേഷനുകൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് നമ്മുടെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.